എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ സാഞ്ചിയുടെ ബ്രദേഴ്സും സിസ്റ്ററും അവരെല്ലാവരും ചേർന്ന് ഒരുപാട് സോൾജിയേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഓരോ സോൾജിയേഴ്സിനെയും അങ്ങനെ തല്ലി തല്ലി തോൽപ്പിക്കുകയാണ്. അതൊക്കെ കണ്ട് അവരുടെ പപ്പയ്ക്ക് ഭയങ്കര സന്തോഷം. അതേസമയം ഇവിടെ പാവം സാഞ്ചി അവനാണെങ്കിൽ പുറത്തു പോകാൻ കഴിയാതെ അവന്റെ പപ്പയുടെയും സിബ്ലിങ്സിന്റെ ഒക്കെ സ്നേഹവും വാത്സല്യവും ഒരുപാട് ആഗ്രഹിച്ച് അതൊന്നും കിട്ടാതെ അവൻ ആ സെല്ലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞ് ഇപ്പോ 6 മാസമായിട്ട് അവൻ അതേ സെല്ലില് ആരെയും കാണാതെ ആരോട് സംസാരിക്കാതെ ആ ഹെൽമെറ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവന് കൂട്ടിന് അവൻ ഫുഡ് കൊടുത്ത ആ ഒരു കുഞ്ഞനെലി അത് മാത്രമാണുള്ളത്. സാഞ്ചിക്കാണെങ്കിൽ കറക്റ്റ് സമയത്ത് അവർ ഫുഡ് കൊടുക്കും. അതും സാധാരണ ഫുഡല്ല, റോയൽ ഫുഡ്. അതില് ഒരു ഓഹരി അവൻ എപ്പോഴും ആ എലിക്ക് കൊടുക്കും. അവൻ ആ എലിക്ക് ഫുഡ് കൊടുക്കുന്ന സമയം അവന്റെ പപ്പ അവനോട് ദേഷ്യപ്പെട്ട ആ ഒരു മെമ്മറി അതാണ് അവന്റെ ഓർമ്മയിലേക്ക് വരിക. സാഞ്ചിയാണെങ്കിൽ ഒരു നിമിഷം അവന്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കും. അവന്റെ അമ്മയെ പോലെ തന്നെയാണ് അവന്റെ നേച്ചർ. അപ്പോ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ സാഞ്ചി അവന്റെ പപ്പയും സിബ്ലിങ്സും ആരും കാണാതെ കിച്ചണിലേക്ക് വന്ന് അവന്റെ ഇഷ്ടത്തിന് കുക്ക് ചെയ്യുകയാണ്. കുക്ക് ചെയ്യുന്നതിനിടയിൽ അവന്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിയും. അവിടെയുള്ള ഷെഫുകളാണെങ്കിൽ അത് കണ്ട് പേടിച്ച് സാഞ്ചിയോട് പുറത്തേക്ക് പോകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ദയവ് ചെയ്ത് മോൻ പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. നിന്റെ പപ്പ ഇത് കണ്ടുകൊണ്ട് വന്ന ഞങ്ങളെ ആയിരിക്കും പണിഷ് ചെയ്യുക. അതിനവൻ പറയും, ഞാൻ ഇവിടേക്കാ വന്നതെന്ന് ആർക്കും അറിയില്ല. ഞാൻ എത്രയും വേഗം എൻ്റെ കുക്കിംഗ് അത് കംപ്ലീറ്റ് ചെയ്ത് ആ ഡിഷുമായിട്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെയോ കുക്ക് ചെയ്യാണ്. അതിനുശേഷം ഒരു മഞ്ഞ പോപ്പിക്കൂടെയൊക്കെ എടുത്ത് അവൻ പുറത്തേക്ക് വരും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. ഒരു സോൾജിയർ ആണെങ്കിൽ അവൻ്റെ കാല് പിടിച്ചു പറയും, ദയവ് ചെയ്ത് ഈ മഴയത്ത് നീ ഹോസ്പിറ്റലിലേക്ക് പോകരുത്. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നിങ്ങളുടെ പപ്പ അദ്ദേഹം ഞങ്ങളെ ആയിരിക്കും പണിഷ് ചെയ്യുക. സാഞ്ചി അപ്പോഴും അത് മൈൻഡ് ചെയ്യാതെ ഹോസ്പിറ്റലിലുള്ള അവന്റെ അമ്മയെ ലക്ഷ്യമാക്കി പോവും. സാഞ്ചി ആണെങ്കിൽ ആ സോൾജിയറിനോട് അവനെ ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നടക്കും. അടുത്ത നിമിഷം സ്വിച്ച് ഇട്ടതുപോലെ ആ സോൾജിയർ അവിടെ തന്നെ നിൽക്കും. സാഞ്ചി മുൻപോട്ടേക്ക് പോവും. അല്പസമയം കഴിയുമ്പോൾ കാറ്റിന്റെയും മഴയുടെ ശക്തി നല്ല രീതിയിൽ കൂടും. അവന്റെ കൊട അത് മുൻപിലേക്ക് പിടിച്ച് മുൻപോട്ടേക്ക് പോവും. ഇടയ്ക്ക് അവന്റെ കാല് വഴുതി അവൻ താഴേക്ക് വീഴും. അപ്പോഴായിരിക്കും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു നായയെ അവൻ കാണുക. അത് സാഞ്ചിയുടെ കയ്യിലുള്ള ഫുഡ് കണ്ട് അങ്ങനെ മുരച്ചു നിൽക്കും. ഉടനെ സാഞ്ചി അതിനെ കണ്ട് ദേഷ്യപ്പെട്ട്, ഇതെന്റെ അമ്മയ്ക്കുള്ള ഫുഡാണ്, ഇതിൽ നിന്ന് ഒരു കഷ്ണം പോലും ഞാൻ നിനക്ക് തരില്ല എന്ന് പറയും. പക്ഷെ അത് നായയാണ്. അതാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയുടെ പിന്നാലെ ഓടും. സാഞ്ചി ഒരു വിധത്തില് ആ ഫുഡുമായി ഓടി ഹോസ്പിറ്റലിലേക്ക് വരും. അവിടെയുള്ള ഡോക്ടറിന് സാഞ്ചിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അത്ഭുതവും. സാഞ്ചി അവന്റെ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡ് അത് ഡോക്ടറിനെ കാണിക്കുകയാണ്. അവൾ ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അതിന്റെ ടേസ്റ്റ് സഹിക്കാൻ കഴിയാതെ അപ്പൊ തന്നെ ഛർദ്ദിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് സാഞ്ചി അവന്റെ അമ്മയുടെ റൂമിലേക്ക് വരും. അമ്മയ്ക്കാണെങ്കിൽ അവനെ കണ്ട് ഒത്തിരി സന്തോഷം. അവനെ അങ്ങനെ ചേർത്ത് പിടിക്കും. അപ്പൊ ഡോക്ടർ ആണെങ്കിൽ സാഞ്ചി ഉണ്ടാക്കിയ ഫുഡ് അത് മാറ്റി അവിടുത്തെ നല്ല ഫുഡ് അത് സാഞ്ചി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് സാഞ്ചിയുടെ അമ്മയ്ക്ക് കൊടുക്കും. പക്ഷെ അവൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം അത് സാഞ്ചി ഉണ്ടാക്കിയതല്ല എന്ന്. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് സാഞ്ചി ഉണ്ടാക്കിയ ഫുഡ് അത് കൊണ്ടുവരാനായിട്ട് പറയും. അത് കേട്ട് പേടിച്ച ആ ഡോക്ടർ സാഞ്ചി ഉണ്ടാക്കിയ ആ ബാഡ് ആയിട്ടുള്ള ഫുഡ് അവന്റെ അമ്മയ്ക്ക് കൊടുക്കും. ആ ഫുഡ് കഴിച്ച് ഒരുപാട് സന്തോഷത്തിൽ സാഞ്ചിയോട് പറയും, വാവ്, ഈ ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിന്റെ സ്നേഹവും സന്തോഷവും എല്ലാം തന്നെ ഇതിന്റെ ടേസ്റ്റ് കൂടുതൽ കൂട്ടുകയാണെന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം അവന്റെ അമ്മ അവനെ വിട്ട് പോവാണ്. സാഞ്ചി ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവന്റെ അമ്മയാണ്. അവന്റെ അമ്മ അവനെ വിട്ട് പോയതിൽ അവന്റെ മനസ്സ് തകർന്ന് അവൻ കല്ലറയിലിരുന്ന് പൊട്ടിക്കരയും. കട്ട് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് സാഞ്ചി ആ സെല്ലിലൂടെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടക്കും. അതിനുശേഷം ആ സോൾജിയറിനോട് പറയും, എനിക്ക് എത്രയും വേഗം ഒരു കുക്ക് ബുക്കും കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും വേണമെന്ന് പറയും. അതനുസരിച്ച് സാഞ്ചി ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും അവര് ആ സെല്ലിലേക്ക് എത്തിച്ചു കൊടുക്കും. അവനും ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്യാണ്. അവൻ ആ സമയത്താണ് ഓൾ ബ്ലൂ ഐലാൻഡിനെ കുറിച്ച് ആ ബുക്കിൽ വായിക്കുക. അവൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുമ്പോഴായിരിക്കും അവന്റെ ബ്രദേഴ്സ് ആ സെല്ലിലേക്ക് വരിക. ബ്രദേഴ്സിനെ കണ്ട് സാഞ്ചി ഷോക്കായി പേടിച്ച് ദൂരേക്ക് മാറി നിൽക്കും. അടുത്ത നിമിഷം അവരാ ഡോറ് തല്ലി തുറന്ന് അകത്തേക്ക് കയറി വരികയാണ്. അവനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ച് ഇടിച്ച് തല്ലി കൊല്ലുകയാണ്. അവന്റെ സിസ്റ്ററിനാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. പക്ഷെ അവളുടെ ഇമോഷൻ അത് അവൾ പുറത്ത് പ്രകടിപ്പിച്ച സാഞ്ചിയുടെ അവസ്ഥ അത് തന്നെ ആയിരിക്കും അവൾക്കും എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. സോ അവരുടെ മുൻപിൽ വെച്ച് അവള് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാതെ അവർ സാഞ്ചി അടിച്ച് പഞ്ചറാക്കുന്നത് അവൾ അങ്ങനെ നോക്കി നിൽക്കും. അവർ പോയി കഴിഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് മുറിവിലെല്ലാം മരുന്ന് പുരട്ടി ബാൻഡേജ് ഇട്ട് കൊടുക്കും. സാഞ്ചിക്ക് ഇപ്പോൾ ആകെയുള്ള ആശ്വാസം
അത് അവളുടെ സിസ്റ്റർ മാത്രമാണ്. അവൾ പറയും നമ്മൾ ഓൾ ബ്ലൂവിലേക്ക് പോവാണ്. ഈസ്റ്റ് ബ്ലൂവിൽ അവരിപ്പോൾ വലിയൊരു യുദ്ധത്തിന് ആഹ്വാനം നടത്തി കഴിഞ്ഞു. അത് ഈസ്റ്റ് ബ്ലൂ പിടിച്ചെടുക്കാനുള്ള വലിയൊരു പുറപ്പാട് തന്നെയാണ്. സോ കുറേ നാളത്തേക്ക് എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. നീ തന്നെ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവരിപ്പോ ആ റെഡ് ലൈനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓൾറെഡി അവരുടെ ഐലാൻഡ് അത് ഒരുപാട് കപ്പലുകൾ ചേർത്ത് വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ കപ്പലുകളെല്ലാം ഇപ്പൊ പല ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകും. കപ്പലുകളെല്ലാം വലിയ സ്നെയിൽ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആ പാറയുടെ മുകളിലൂടെ അവറ്റകൾ ട്രാവൽ ചെയ്ത് മറുവശത്തേക്ക് പോകും. ദിവസങ്ങൾ കടന്നു പോകുന്തോറും സാഞ്ചി ആണെങ്കിൽ അവന്റെ കുക്കിംഗ് സ്കില്ല് അത് കൂട്ടിക്കൊണ്ടിരിക്കും. അവന്റെ ബ്രദേഴ്സ് ആരുമില്ലാത്ത സമയത്ത് കമ്പും കല്ലും ഒക്കെ എടുത്ത് അവൻ അച്ചറം പൊച്ചറ ഇട്ടിക്കും. അവര് പോയി കഴിഞ്ഞ് അവന്റെ സിസ്റ്റർ അവന് ബാൻഡേജ് ഇട്ട് കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അവരൊരു വിധത്തില് ആ റെഡ് ലൈൻ അത് ക്രോസ് ചെയ്തു. ഇപ്പൊ ഇവരുള്ളത് ഈസ്റ്റ് ബ്ലൂവിലാണ്. അടുത്തതായിട്ട് ഇവരുടെയും മറ്റൊരു ഐലാൻഡാണ് കൊജിയ കൺട്രി. അത് പിടിച്ചെടുക്കുക എന്നതാണ് അവരുടെ അടുത്ത മിഷൻ. സോ അതിനുവേണ്ടി ഇപ്പോൾ സാഞ്ചിയുടെ പപ്പയും സോൾജിയേഴ്സും എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇവിടെ സെല്ലിലാണെങ്കിൽ എപ്പോഴത്തേതും പോലെ സാഞ്ചിയെ അവന്റെ ബ്രദേഴ്സ് അച്ചറം പൊച്ചറ ഇട്ടിക്കുകയാണ്. അതിനുശേഷം സാഞ്ചിയോട് പറയും നമ്മളൊരു ഐലാൻഡ് അത് പിടിച്ചെടുക്കാൻ പോവാണ്. ഈ ഒരു വാറിൽ ഞങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ കുറച്ച് ദിവസത്തേക്ക് നിനക്കുള്ള അടി തരാൻ ഞങ്ങൾ കൊണ്ട് വരാൻ കഴിയില്ല. സോ അതുവരെ ഇതുകൊണ്ട് നീ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞ് അവനെ തല്ലി ചതച്ച് അവിടെ ഉണ്ടായിരുന്ന അവന്റെ കിച്ചൺ എക്യുപ്മെന്റ്സ് അതെല്ലാം തന്നെ തകർത്തിട്ട് അവർ കടന്നു പോകും. അവർ പോയി കഴിഞ്ഞ് സാഞ്ചിയുടെ സിസ്റ്റർ അവിടേക്ക് വന്ന് എപ്പോഴത്തേതും പോലെ മെഡിസിൻ കൊടുക്കും. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അപ്പോഴും പറയും ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഞാൻ എൻ്റെ കുക്കിംഗ് എക്സ്പെരിമെന്റ് അത് നിർത്താനായി പോകുന്നില്ല. ഞാൻ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ വിൻസ്മോക്കും ആളുടെ മക്കളും സോൾജിയേഴ്സും എല്ലാവരും ചേർന്ന് ആ ഐലാൻഡുമായിട്ട് വാറ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കൊജിയ ഐലാൻഡിൽ ഇപ്പോൾ വിൻസ്മോക്ക് ആർമിയുടെ ഫൈറ്റ് അത് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. അതേസമയം സാഞ്ചി ആണെങ്കിൽ അവന്റെ സിസ്റ്ററിനോട് പറയും എന്നെ കൊണ്ട് പറ്റില്ല ഇനിയും ഇവിടെ കിടന്ന് നരയിക്കാൻ. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എൻ്റെ പപ്പയാണ്. അദ്ദേഹത്തിന്റെ ഫേസ് അത് കാണാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടു പോകണം. അത് കേൾക്കേണ്ട താമസം അവന്റെ സിസ്റ്റർ വഴികള് അത് രണ്ടാക്കി വിടർത്തി മാറ്റി. ഇതാണ് നിനക്ക് പറ്റിയ അവസരം. ഇനി ഒരു അവസരം നിനക്കുണ്ടാവില്ല. രക്ഷപ്പെട്ടു പോവാൻ അവനോട് പറയും. അവന്റെ സിസ്റ്റർ ആണെങ്കിൽ സാഞ്ചിയോട് പറയും പപ്പയുടെ റൂമിൽ ഒരു സ്കൾ സിമ്പിൾ ഉണ്ട്. അതിന്റെ പുറകിലായിട്ട് നിന്റെ തലയിലുള്ള ഈ ഹെൽമെറ്റിന്റെ കീ ഇരിപ്പുണ്ട്. അത് കണ്ടെത്തി നീ വേണം ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ. അതിനവനും ഓക്കെ പറഞ്ഞ് പപ്പയുടെ റൂമിലേക്ക് വന്ന് ആ സ്കൾ സിമ്പിളിന്റെ പുറകിലുള്ള കീ കറക്റ്റായിട്ട് എടുക്കും. പക്ഷെ എന്താ അവന്റെ തൊട്ട് മുൻപിൽ അവന്റെ പപ്പ. ആൾ ടെൻഷനായിട്ട് ഇപ്പൊ സാഞ്ചിയോട് ചോദിക്കും സാഞ്ചി നീ എന്താ ഇവിടെ? നീ ഇപ്പൊ ഉണ്ടാവേണ്ടത് ആ സെല്ലിലല്ലേ? നിന്നെ ആര് ഇവിടേക്ക് എത്തിച്ചു? അതിന് സാഞ്ചി ആണെങ്കിൽ അടിച്ചു പറയും ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. പക്ഷെ വിൻസ്മോക്ക് ആണെങ്കിൽ തീർത്തു പറയും അത് വലിയ അപകടമാണ്. നീ പുറത്തേക്ക് പോകാൻ പാടില്ല. നിനക്ക് നിന്റെ സിബ്ലിങ്സിനെ പോലെ യാതൊരു പവറും ഇല്ല. സോ പുറത്തേക്ക് പോയാൽ നിന്നെപ്പോലൊരു ചെറിയ പയ്യന് സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതിന് സാഞ്ചി അവൻ അടിച്ചു പറയും പുറത്തേക്ക് പോയി മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ജീവിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവിടെ ഇനി ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. അതിനാളാണെങ്കിൽ സിമ്പിളായിട്ട് പറയും നിന്റെ തീരുമാനം അതാണെങ്കിൽ നിന്റെ ഇഷ്ടം. പുറത്തുപോയി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിതം നശിപ്പിക്കാം. പക്ഷെ ഒരു കാര്യം ഞാനാണ് നിന്റെ പപ്പ എന്നുള്ള കാര്യം നീ ആരോടും പറയരുത്. അത് കേട്ട് ഒരു സെക്കൻഡ് സാഞ്ചിയുടെ മനസ്സ് അത് തകർന്നു പോവും. അവൻ പൊട്ടിക്കരഞ്ഞ് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ റയിച്ചു അവളും അത് കേട്ട് വിഷമിച്ച് സാഞ്ചിയായിട്ട് പുറത്തേക്ക് വരും. അതിനുശേഷം ദൂരത്തായിട്ടൊരു കപ്പല് അവന് കാണിച്ചു കൊടുക്കും. സാഞ്ചിയോട് ആ ഒരു കപ്പൽ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അവൾ പറയുകയാണ്. നിനക്ക് ഇഷ്ടപ്പെടുന്ന നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കൂടെ നിൽക്കുന്ന ഒരുപറ്റ ആൾക്കാർ നിനക്ക് കിട്ടും. അന്ന് നീ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് ആണെങ്കിൽ അവളുടെ വിഷമോ സങ്കടമോ ഒക്കെ കടിച്ചു പിടിച്ച് സാഞ്ചിയെ അവിടുന്ന് പറഞ്ഞയക്കും. അടുത്ത നിമിഷം സാഞ്ചി അവൻ ഉഷാറായിട്ട് അവിടുന്ന് ചാടി ഓടും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും അവന്റെ ബ്രദേഴ്സ് 3 പേരും. അവർ 3 പേരും ചേർന്ന് അവനെ തല്ലിച്ചതച്ച് ഒരു ഭാഗത്തിട്ട് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.